ഹരേ കൃഷ്ണ. നമ്മൾ പുതുവർഷ ഫലത്തിലേക്ക് വരികയാണ്. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. ആദ്യം തന്നെ നിങ്ങളോടൊരു നന്ദി പറയട്ടെ. കാരണം നമ്മൾ അങ്ങോട്ട് തന്നെ ആവശ്യപ്പെടാതെ തന്നെ സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് ജ്യോതിഷ കൈരളി ഒരു കുടുംബം പോലെ നമ്മൾ ഒന്നായി മുന്നോട്ട് പോകുന്നതിന് എന്നും എൻ്റെ പ്രാർത്ഥന നിങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പുതുവർഷ ഫലം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2026 ഓഗസ്റ്റ് 17 ചിങ്ങമാസം 1 വരികയാണ്. നമ്മുടെ എല്ലാം ഒരു പുതിയ പുതിയ പ്രതീക്ഷയാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വലിയൊരു സന്തോഷത്തിൻ്റെയും നിറവിൻ്റെയും സമയമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കഷ്ട ദുഃഖങ്ങളും ദുരിതങ്ങളും എങ്ങനെ കവർ ചെയ്ത് ഇനിയെങ്കിലും നമ്മളൊന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടുമോ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് എല്ലാവരും. പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പുതുവർഷം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നമ്മൾ കർക്കിടക്കൂറ് വരുന്നത് പുണർദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പം പൂയം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലാ കാര്യങ്ങളും സ്ലോയിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യാഴ ഉച്ചനായി കർക്കിടകത്തിലേക്ക് വന്നത് വളരെ നല്ലതാണ്. 12 നിന്ന് മാറി ഉച്ചനായിട്ട് വന്നു. പക്ഷേ എങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് സ്ലോ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂയം ആയില്യം നക്ഷത്രക്കാരുടെ ചാരവശാൽ 2 അതായത് നമ്മുടെ ധനം കുടുംബം വാക്ക് സ്ഥാനത്ത് നിൽക്കുന്നത് കേതുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിലായിരുന്നാലും പൊതുവിലൊരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടാം. ധനപരമായിട്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്, പക്ഷേ നമുക്കത് നിലനിർത്താൻ കഴിയുന്നില്ല. അതുപോലെ ചിലവും വരും. അപ്പോൾ ചിലവുകൾ ചുരുക്കുകയും നിയന്ത്രിക്കുകയും വേണം ധനപരമായ കാര്യങ്ങളിൽ. മറ്റൊന്ന്, നമുക്കൊരു പുതിയ ധനം വരാനുള്ള ഒരുപാട് പദ്ധതികളും അവസരങ്ങളും നമ്മളെ മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ഫ്രൂട്ട്ഫുള്ളായി വരുന്നില്ല, നമുക്ക് ഗുണത്തിലേക്ക് എത്തുന്നില്ല. അതിലൊന്നും ടെൻഷൻ ആവണ്ട. കാരണം ഈ നവംബർ മുതൽ, അതായത് 2026 നവംബർ മുതൽ വ്യാഴം നിങ്ങൾക്ക് ഒന്നുകൂടി അനുകൂലമായിട്ട് 2 തന്നെ വരും. അതായത് നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക്, കുടുംബസ്ഥാനത്തേക്ക്. അപ്പോൾ ഈ നവംബർ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് സമയം നല്ലതായിരിക്കും. അത് ഏകദേശം നിങ്ങൾക്ക് ഒരു അടുത്ത വർഷം വ്യാഴം മാറുന്നതും ഗുണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് നിങ്ങളെ സംബന്ധിച്ചൊരു ഏകദേശം 2028 ഒരു ഓഗസ്റ്റ് വരെയൊക്കെ സമയം നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബിസിനസ്സിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും നടന്നു കിട്ടും. ഇപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന നവംബർ കഴിയുമ്പോൾ ഗുണകരമായിട്ട് വരും. തീർച്ചയായിട്ടും നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗുണം വരത്തക്ക രീതിയിൽ, അതായത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും കോടീശ്വരനാകുമെന്നൊന്നും പറയുന്നില്ല. എങ്കിലും അപ്രതീക്ഷിതമായ ചില ധനലാഭം വരാം. അതുകൊണ്ട് നവംബർ കഴിഞ്ഞ് വരാവുന്ന രീതിയിൽ ധനം വരാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അപ്രതീക്ഷിതമായ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു ലോട്ടറിയൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ കോടീശ്വരമൊന്നും ആയില്ലെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രൈസ് മണികൾ വീഴാം. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മളെ മീഡിയേറ്റർഷിപ്പ് വർക്കുകൾ, സർവീസ്, ബ്രോക്കർ, ഇതിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഒന്നുകൂടി ഉയർച്ചയുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഈ ജോബ് കൺസൾട്ടൻസി അതുപോലെയൊക്കെയുള്ള, അതായത് ഈ പിന്നെ രോഗി പരിചരണത്തിന് ആൾക്കാരെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഈ വരുന്ന നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് വളരെ നല്ല സമയമാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഏത് ജോലിയിലുള്ളവർക്കും സമയം നല്ലതാണ്. നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം, ഗുണകരമായ മാറ്റം, പ്രമോഷനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ വരാം. അതൊക്കെ ശ്രമിച്ചാൽ നടക്കും. വിദേശത്താണെങ്കിൽ ശരി, നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്ക് ശ്രമിക്കുന്നവർക്ക് ഇപ്പോഴേ പരിശ്രമിച്ചാൽ നവംബർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം ഗുണകരമാണ്. ഇതുവരെയുള്ള നിങ്ങളെ കഷ്ടദുഃഖങ്ങളെല്ലാം മാറി വരികയാണ്. മാത്രമല്ല, ഈ ഡിസംബർ കഴിയുമ്പോൾ ഈ കേതുവും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധനകാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി അരിഷ്ടത മാറിക്കിട്ടും. കാരണം അത് 2 നിൽക്കുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അതൊന്ന് മാറിക്കിട്ടും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും വളരെ ഉയർച്ചയിലേക്ക് പോകാനുള്ളൊരു സമയമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ അവസരങ്ങൾ തേടി വരും. അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ശ്രമിച്ചാൽ പെട്ടെന്ന് അവസരങ്ങൾ ഉണ്ടായി വരും. ജീവിതം നന്നായി വരും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ
കർക്കിടകക്കൂറുകാരായ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ മുതൽ അങ്ങോട്ട് സമയം നല്ലതാണ്. അതിനുവേണ്ടി ഇപ്പോഴേ പ്ലാനിങ്ങും കാര്യങ്ങളും മുന്നോട്ട് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഈ പുതുവർഷം നിങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ ചിങ്ങക്കൂറിലേക്ക് വരുമ്പോൾ അവിടെ മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദക്കാരെ സംബന്ധിച്ച് സമയം അത്ര നല്ലതല്ല. ഈ പൊതുവിൽ പുതുവർഷത്തിൽ സമയം അത്ര നന്നല്ലാത്ത ഒരു കൂറുകാരാണ് ഈ മകവും പൂരവും ഒക്കെ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല വ്യാഴം നിലവിൽ ഇപ്പോൾ എങ്ങനെ പറയും നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചെറിയ ശാരീരിക ക്ലേശങ്ങൾ, എല്ലാ കാര്യങ്ങളും കുറച്ച് കാലതാമസം, യാത്രകൾ കൊണ്ട് ഒരുപാട് ക്ലേശം, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിട്ടൊക്കെ പെട്ടെന്ന് ക്ലാഷ് ഉണ്ടാവുക, വഴക്കുണ്ടാവുക, ഇങ്ങനെയൊക്കെ വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയം അത്ര നന്നല്ല എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക. എല്ലാവരെയും അവരവരെ വഴിക്ക് വിട്ടിട്ട് നമ്മളെ കാര്യം നമ്മൾ ഒരു ദൈവാധീനം വർദ്ധിപ്പിച്ച് പ്രാർത്ഥനയോടെ ഈശ്വരാനുഗ്രഹത്തോടെ വരാൻ പോകുന്ന നല്ല കാലത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും ഗുണമായിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 12-ൽ വ്യാഴം ഇപ്പോൾ മാറും, ഉടനെ മാറും. ഈ വരുന്ന നവംബർ മുതൽ പിന്നങ്ങോട്ട് വ്യാഴം ജന്മത്തിലേക്ക് വരുമ്പം ശരീരസുഖം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുക, കുറച്ചുകൂടി ഗുണകരമാകും. അത് പിന്നെ അങ്ങോട്ട് നമുക്ക് മാർച്ച് വരെ അങ്ങനെ നിന്നാലും അത് കഴിഞ്ഞ് വീണ്ടും വ്യാഴം വക്രത്തിലേക്ക് തന്നെ വരും, ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ വരും. പക്ഷേ 2027 അതായത് മാർച്ച് തൊട്ട് ജൂലൈ വരെ വീണ്ടും കുറച്ച് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ ജൂലൈ തൊട്ട് 2027 ജൂലൈ തൊട്ട് പിന്നെ ഒരു വർഷം വീണ്ടും വ്യാഴം നിങ്ങളെ അനുകൂലമായിട്ട് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പുതുവർഷം നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഈ നവംബർ മുതൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വേണ്ടുന്ന പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, സന്താന ഗുണം, സന്താനങ്ങളുടെ ഉയർച്ച കൊണ്ടുള്ള അനുഭവ ഗുണം, അതിൻ്റെ സന്തോഷം എല്ലാം വന്നു ചേരും. ഹെൽത്ത് വൈസ് മാത്രം വളരെ ശ്രദ്ധ പുലർത്തണം. ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ പോലും അത് പിന്നത്തേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി വയ്ക്കാതെ നമ്മൾ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈശ്വരാധീനത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും സാക്ഷാൽ മൂകാംബിക ദേവി അനുഗ്രഹിക്കും. കാരണം ഈ ചിങ്ങക്കൂറിനൊരു പ്രത്യേകതയുള്ളത് സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു കൂറുകാരാണവർ, ഈ മകം പൂരംകാരെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ചെറുതായിട്ട് നിങ്ങൾ ദേവിയെ ഒന്ന് ആശ്രയിച്ചാൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് മൂകാംബിക ദേവി അനുഗ്രഹം തരും. ഇനി അടുത്തത് ഉത്രം 1-ാം പാദക്കാർക്കും ഈ പറഞ്ഞ പോലെയാണ്. അത്ര സമയം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉത്രത്തിൻ്റെ മുക്കാലും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്നിക്കൂറിലാണ്. കാരണം ഇപ്പോൾ ജ്യോതിഷമൊക്കെ സ്ഥിരം കേട്ടും പറഞ്ഞ് കോറും നമ്മുടെ രാശിയൊക്കെ നമുക്ക് ഒരുവിധം എല്ലാ ഫോളോവേഴ്സിനും അറിയാം. അപ്പോൾ കന്നിക്കൂറിൽ നിൽക്കുന്ന ഉത്രത്തിന് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ ഉത്രം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 1-2 പാദമാണ്. വളരെ നല്ല സമയമാണ്. ചിത്തിരയുടെ 3-ഉം 4-ഉം വരുന്ന കന്നിക്കൂർ കഴിഞ്ഞുള്ള, അതായത് തുലാക്കൂറുകാർക്കും നല്ലതാണ് ചിത്തിരയ്ക്ക്. അപ്പോൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്കല്ല ഇപ്പോൾ സമയം നല്ലതാണ്. അതായത് കന്നിക്കൂറിൽ നിൽക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം. കാരണം നമ്മളുടെ റിലേഷൻഷിപ്പുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാവൂ. കാരണം നമ്മളെ സഹായിക്കാനെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മളോട് വളരെയധികം പ്ലേസിംഗ് ആയിട്ട് വന്നെത്തുന്ന ഒരുപാട് സൗഹൃദങ്ങൾ വരും. അതുപോലെ തന്നെ സൗഹൃദം, പ്രണയം, നമ്മുടെ പിന്നെ സഹപ്രവർത്തകർ, ഇവരിലൂടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പണി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ജാഗ്രത പുലർത്തണം നമ്മുടെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും. കാരണം നമ്മുടെ കണ്ടകശനി സമയം കൂടിയാണ് ഉത്രം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിക്കാരെ സംബന്ധിച്ച്. മറ്റൊന്ന്, അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ധനപരമായിട്ടും മറ്റ് പല കാര്യങ്ങളിലും ഗുണം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം 11-ൽ ഉച്ചനായിട്ട് വ്യാഴം നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും ഇത് നിലനിർത്താൻ കൂടെ പഠിക്കണം. അതല്ലെങ്കിൽ അത് വന്നതുപോലെ നഷ്ടപ്പെടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന
നവംബർ മുതൽ നിങ്ങൾക്ക് 12ലേക്ക് വ്യാഴം പിന്നെ നമ്മുടെ 12ലേക്ക് വരാൻ പോവുകയാണ് ഈ നവംബർ തൊട്ട്. അപ്പോൾ നവംബർ തൊട്ട് അങ്ങോട്ടുള്ള 5 മാസം ധനകാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം. കാരണം ഈ 5 മാസം നമ്മൾ ഒരു കാര്യത്തിലും ധനം മുടക്കിയുള്ള ഒരു കാര്യങ്ങളിലും വലിയ പിന്നെ ഇടപാടുകൾ നടത്തുകയോ അല്ലെങ്കിൽ ധനപരമായ വലിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾക്ക് വാഹനം, വീട് ഇതൊക്കെ വാങ്ങാനും മറ്റുമൊക്കെ ഇപ്പോൾ സമയം നല്ലതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അപകടങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാവുന്ന സമയമാണ്. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. സമയം നല്ലതാണ്. പുതുവർഷം പൊതുവിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ ധനപരമായിട്ടും ഭൗതികമായിട്ടുമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ആരോഗ്യപരമായിട്ടും ആത്മീയപരമായിട്ടും നമ്മൾ ഒന്നുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിലെല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട്, താമ്പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പം ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊണ്ടുവരും. അത് നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കുക തന്നെ വേണം. ദൈവം ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, നമുക്ക് അവസരങ്ങൾ മാത്രമേ തരികയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ഈ പുതുവർഷം നല്ലതാണ്, വിജയിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ഞാനത് അറ്റൻഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മളൊരു കുടുംബമായി മുന്നോട്ട് പോകുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ട്, എന്നും നിങ്ങളോടൊപ്പം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.